ഹലോ, നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് പൊതുജനം കഴുതയല്ല സാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. അത്ഭുതങ്ങളുടെയും അതിശയങ്ങളുടെയും ഒറ്റ കൂടാരമാണ് സർക്കസ്. എത്രയോ സർക്കസ് കൂടാരങ്ങൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ച കാലമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സർക്കസ് പെരുമ കടൽ കടന്നതും ചരിത്രം. മെയ്വഴക്കത്തിൻ്റെ വിസ്മയ കാഴ്ചയാണ് സർക്കസ്. കാലം മാറി. സർക്കസിലെ മുഖ്യ ആകർഷണമായിരുന്ന മൃഗങ്ങൾ തമ്പിന് പുറത്തായി. സർക്കസിൻ്റെ പഴയ പ്രതാപത്തിന് മങ്ങലേറ്റു. ഇന്ന് തമ്പിലെ ജീവിതങ്ങൾ എങ്ങനെയാണ്? പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളിൽ സർക്കസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഒരന്വേഷണം. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എത്രയോ തലമുറകളുടെ കൗതുകത്തിൻ്റെ പേരാണ് സർക്കസ്. ഈ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിന് ഒക്കെ മുൻപ് ഒരിക്കലെങ്കിലും സർക്കസ് കാണാൻ കൊതിക്കാത്ത, അതിനായി വാശി പിടിക്കാത്ത ഒരു ബാല്യവും കേരളത്തിലുണ്ടാവില്ല. ഇപ്പോൾ പല ജില്ലകളിൽ പല ഭാഗങ്ങളിലായി സർക്കസുകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് റിങ്ങിലെ ജീവിതങ്ങൾ? ആ വർണ്ണം ഇപ്പോഴുമുണ്ടോ? നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ, അത്ഭുതപ്പെട്ടു പോകുന്ന അഭ്യാസ പ്രകടനങ്ങൾ, ചിരിപ്പിക്കാൻ ജോക്കർമാർ, കലാകാരന്മാരുടെയും കലാകാരികളുടെയും തത്സമയ പ്രകടനം. സർക്കസ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. എങ്കിലും പ്രതാപം നഷ്ടമായ തറവാടിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ കൂടാരങ്ങളും. ടെക്നോളജിയുടെ വലിയ വളർച്ചയുള്ള കാലത്ത് ആളുകളെ കൂടുതലായി ആകർഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് തിട്ടമില്ലാതെ കഴിയാവുന്നതിന്റെ പരമാവധി അഭ്യാസങ്ങളുമായി നമ്മുടെ സർക്കസ് റിങ്ങുകൾ. തലശ്ശേരിയിൽ പിറവിയെടുത്ത സർക്കസ് കേരളത്തിന്റെ പൈതൃകത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്ത ഏടാണ്. പക്ഷേ ഈ ജോലിയിൽ നിന്ന് മലയാളികൾ പാടെ വിട്ടുപോയി എന്ന് പറയാം. ഗ്രേറ്റ് ബോംബെ സർക്കസിലുള്ളത് ഒരേ ഒരു മലയാളി കലാകാരി ബേബി. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഫസ്റ്റ് കുറേ ഉണ്ടേനു, പക്ഷേങ്കിൽ ഇപ്പോൾ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല. എല്ലാവരും വിട്ടിട്ട് വേറെ വേറെ സ്ഥലത്ത് പണിയെടുക്കുന്നതാണ്. ഇപ്പോൾ അത്ര സർക്കസിൽ കേരളക്കാരില്ല. അത് ഞാനൊന്നും ഉള്ളതുകൊണ്ട് പിന്നെ ആരും ഇല്ല. ഇങ്ങനെ 107 പേരാണ് ഈ സർക്കസ് ക്യാമ്പിലുള്ളത്. മറ്റെല്ലാവരും കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ളവർ. വിദേശികളെ കൂടുതലായി കൊണ്ടുവന്നത് സർക്കസിൽ സംഭവിച്ച വലിയ മാറ്റം. ഒരാൾക്ക് ഒരു ദിവസം 3000-ഓളം രൂപയും മറ്റെല്ലാ ചിലവുകളും നൽകുന്നു. കുറേ ആളുകൾക്ക് സർക്കസ് കൂടാരത്തിനോട് ചേർന്ന് തന്നെ താമസവും ഒരുക്കും. സർക്കസ് നടത്തിപ്പിനുള്ള ഒരു ദിവസത്തെ മുഴുവൻ ചിലവ് 1 ലക്ഷത്തിന് മുകളിൽ. ചില ദിവസങ്ങളിൽ നഷ്ടം. ശനി ഞായർ ദിവസങ്ങളിൽ ലഭിക്കുന്ന ലാഭം കൊണ്ടുവേണം ഈ നഷ്ടം കൂടി നികത്താൻ. 150, 300, 500 എന്നിങ്ങനെ ടിക്കറ്റ് നിരക്ക്. ഞങ്ങൾക്ക് ഈ വെക്കേഷൻ കഴിയുന്നതിന് 500 രൂപ ടിക്കറ്റാണ് ഫസ്റ്റ് ഫുള്ളായിരുന്നത്. ശനിയും ഞായർ ദിവസങ്ങളിൽ 500 രൂപ ടിക്കറ്റിന് ഫസ്റ്റ് ഫുള്ളായിരുന്നു. അതായിരുന്നു എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഇന്നും ഫ്രണ്ടിലിരുന്നാണ് സർക്കസ് കാണാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ പരിധിക്കുള്ളിൽ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വലിയ ബുദ്ധിമുട്ടുകൾ. നായകളെ മാത്രമാണ് റിങ്ങിൽ ഉപയോഗിക്കുന്നത്. കരടിയെയും ചിമ്പാൻസിയെയും പോലെ മനുഷ്യർ തന്നെ വേഷമിടും. ആളുകൾ വരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഗ്രൗണ്ടുകളില്ലാത്തതും ഇന്നത്തെ കാലത്തിന്റെ പ്രതിസന്ധി. ജനിച്ച കാലം മുതൽ കാണുന്ന സർക്കസിനപ്പുറം ഇനിയൊരു ജീവിതമില്ല ജോക്കർ വേഷമിടുന്ന മുത്തുവേലുവിനും. ഒരു 56 കൊല്ലമായി സർക്കസിൽ. ജനിച്ചത് സർക്കസിലാണ്. അങ്ങനെ സർക്കസ് തന്നെ, അച്ഛനമ്മയൊക്കെ സർക്കസിൽ തന്നെ ആദ്യം. അങ്ങനെ ജനിച്ച സർക്കസിൽ, പഠിപ്പൊക്കെ സർക്കസിൽ തന്നെ. കൃത്യമായ പരിശീലനത്തിന്റെ മികവ് റിങ്ങിലെ ഓരോ താരത്തിലും കാണാം. ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് പറയാനുള്ളത്: കുട്ടികളൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഈ പ്രായത്തിലാണ് അവസാനം സർക്കസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വലുതായപ്പോൾ കുട്ടികളെ ഒന്ന് കാണിക്കണം തോന്നി. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അവരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് സങ്കടം തോന്നി. ശരിക്കും കുറച്ച് പേരെ കാണാനെത്തിയിട്ടുള്ളൂ. ഇത്രയും പേർക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഒരു തുടർച്ചയായിട്ട് ഒരു ബോറിംഗ് വരാത്ത വിധത്തിൽ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ മാറിയപ്പോൾ. കേരളത്തിൽ 3 സർക്കസ് കമ്പനികളാണ് നിലവിലുള്ളത്: ഗ്രേറ്റ് ബോംബെ, ജെമിനി, ജംബോ സർക്കസുകൾ. ഒരു നൊസ്റ്റാൾജിയ എന്നും മലയാളിക്ക് സർക്കസിനോടുണ്ട്. അതിനുമപ്പുറം ഈ കൂടാരത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. പുതിയ മാറ്റങ്ങൾ ജനകീയമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ, അത് സർക്കാർ തലത്തിൽ ഉൾപ്പെടെ കുറേ മനുഷ്യരുടെ
ജീവൻ പണയം വെച്ചുള്ള ഈ കഠിനാധ്വാനം അത് അരികു ചേർന്ന് പോകേണ്ടതല്ല. VS രാഹുലിനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകരാണ് ഈ സർക്കസുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുന്നത്. രവികുമാർ PB പറയുന്നു, പണ്ട് എറണാകുളത്ത് എല്ലാ വർഷവും സർക്കസ് ഉണ്ടായിരുന്നു. ജമിനി സർക്കസ്, ഭാരത് സർക്കസ്, അങ്ങനെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ സർക്കസ് എന്ന കാര്യം ആശാ സിംഗപ്പൂർ പറയുന്നു. പണ്ടൊക്കെ സർക്കസ് വരുന്നത് കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നു എന്ന കാര്യം. സൈദലവി ചോദിക്കുന്നു, ഈ സർക്കസ് ഇപ്പോൾ ആര് കാണുന്നു? ഇപ്പോൾ ടൂർ മാത്രം എന്ന നിലയിൽ. അങ്ങനെ ഈ സർക്കസുമായി ബന്ധപ്പെട്ട് സർക്കസ് കലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധി, സർക്കസ് മേഖല തന്നെ നേരിടുന്ന പ്രതിസന്ധി, ഇതേക്കുറിച്ചാണ് വിപിൻ സി വിജയൻ വിശദീകരിച്ചത്. ഏതായാലും ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ നിരവധി പേർ ചിരിപ്പിക്കുന്നതിനും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ അമ്പരപ്പിക്കുന്നതിനും വിസ്മയം തീർക്കുന്നതിനുമൊക്കെയുള്ള കലാകാരന്മാർ ഈ സർക്കസ് തമ്പുകളിലുണ്ട്, ആ കൂടാരത്തിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അവരുടെ ദുഃഖത്തെക്കുറിച്ച് പറയുവാൻ അവർക്ക് കഴിയുന്നില്ല, അവരുടെ വേദനകൾ വിവരിക്കാൻ കഴിയുന്നില്ല. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ സർക്കസ് മേഖല കടന്നു പോകുന്നത്. തീർച്ചയായും മലയാളികൾ ഈ AI കാലത്തും ഗെയിംസിനും മൊബൈൽ ഗെയിംസിലുമൊക്കെയായി ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വയ്ക്കുമ്പോഴും ഈ വിനോദ ഉപാധികളെ, ഈ സർക്കസ് പോലുള്ള കലാമേഖലയെ, ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അടുത്തൊക്കെ സർക്കസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി കാണുന്നതിനും പ്രേക്ഷകർ തയ്യാറാവേണ്ടതുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ആഗോള വിപണിയിൽ തോട്ടണ്ടി വില ഉയരുമ്പോഴും കശുവണ്ടി പരിപ്പ് വില ഇടിയുന്നത് സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തിന് തിരിച്ചടിയാവുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയതോടെ ഭൂരിപക്ഷം സ്വകാര്യ സ്ഥാപനങ്ങളും അടച്ചു. കാഷ്യൂ ബോർഡ് തോട്ടണ്ടിക്ക് ടെൻഡർ വിളിച്ചിട്ടുണ്ടെങ്കിലും വിപണി വിലയിൽ നിന്ന് താഴ്ത്തി ലഭിച്ചില്ലെങ്കിൽ കരാർ ഉപേക്ഷിച്ചേക്കും. കശുവണ്ടി മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺ രാജിന്റെ റിപ്പോർട്ട് കാണാം. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലമാണ് കൊല്ലം. പരമ്പരാഗത വ്യവസായത്തെ സഹായിക്കാൻ പലതവണ പല സർക്കാരുകൾ കോടികൾ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും ഈ മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2 മാസം മുമ്പ് സീസൺ അവസാനിച്ച സെനഗൽ, ഗിനിബസാവോ എന്നിവിടങ്ങളിൽ തോട്ടണ്ടിക്ക് 145 രൂപയായിരുന്നു കിലോയ്ക്ക് വില. ടാൻസാനിയയിൽ തോട്ടണ്ടിയുടെ സീസൺ ആരംഭിച്ചതോടെ വില കിലോയ്ക്ക് 170 രൂപയായി ഉയർന്നു. ഇതോടെയാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായത്. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങി സംസ്കരിച്ചാലും കശുവണ്ടി പരിപ്പിന് വില ലഭിക്കാതെ വരുന്നതോടെ വലിയ നഷ്ടം വ്യവസായികൾക്ക് ഉണ്ടായി തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത കാഷ്യൂ ഇന്ന് വിയറ്റ്നാമിൽ നിന്നും ഘാനയിൽ നിന്നും വൻകിട മുതലാളിമാർ, കോർപ്പറേറ്റുകൾ അവിടെ ഏജന്റുമാരെ വെച്ചുകൊണ്ട് ഇവിടെ വരികയാണ്. അതിവിടെ വരുമ്പോൾ പേരിന് മാത്രമായി റീവർക്ക് ചെയ്തുകൊണ്ട് സോൾട്ട് ചെയ്യുക, ടോസ്റ്റ് ചെയ്യുക, പെപ്പർ, ജിഞ്ചർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും യൂറോപ്യൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അത് റീവർക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അവിടെ തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 5 കിലോ തോട്ടണ്ടി സംസ്കരിച്ചാൽ 1 കിലോ കശുവണ്ടി പരിപ്പാണ് ലഭിക്കുക. 100 രൂപ സംസ്കരണ ചെലവ് സഹിതം ടാൻസാനിയ തോട്ടണ്ടി സംസ്കരിച്ച് 1 കിലോ പരിപ്പ് ലഭ്യമാക്കാൻ 900 രൂപ ചിലവ് വരും. കശുവണ്ടി ഉൽപാദന രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി സംഭരിച്ച് രാജ്യത്ത് എത്തിച്ച ശേഷം വിൽക്കാതെ ക്ഷാമം സൃഷ്ടിച്ച് വിലയുയർത്തുന്ന ട്രേഡിംഗ് മാഫിയയാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. കൊല്ലം ജില്ലയിലെ ഒരു വലിയ ശതമാനം തൊഴിലാളികളാണ് ഈ മേഖലയെ ഇന്നും ആശ്രയിച്ച് ജീവിക്കുന്നത്. അവരെല്ലാം പ്രതീക്ഷയോട് നോക്കിയിരിക്കുമ്പോഴും ഒരുപറ്റം ആൾക്കാർ അവർക്ക് കമ്മീഷൻ അടക്കമുള്ള മേഖലയിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടം ഭയന്ന് ഫാക്ടറികൾ പലതും സ്വകാര്യ ഉടമകൾ അടച്ചിട്ടു. നിലവിലെ സാഹചര്യത്തിൽ 1 കിലോ തോട്ടണ്ടി 125 രൂപയ്ക്ക് ലഭിച്ചാലേ കേരളത്തിൽ വ്യവസായം ലാഭകരമാകുമെന്നാണ് വ്യവസായികളുടെ വിലയിരുത്തൽ. ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവും കശുവണ്ടി മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ഇതിൽ നഷ്ടമുണ്ടാകുന്നത് തൊഴിലാളികൾക്കാണ്. കാര്യം അവർക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങൾ ഇതില്ലാതാക്കുന്നു. ഇതിലേക്ക് സർക്കാരും കോർപ്പറേഷനും ബോർഡും അടക്കമുള്ള ആൾക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മൗനമാണ് മറ്റുള്ള വൻകിടക്കാർക്കും ഏജന്റുകൾക്കും ഇത് ചെയ്യുവാനുള്ള പ്രോത്സാഹനം ആകുന്നത്. വ്യവസായത്തെ തകർക്കുന്ന തരത്തിൽ വില കൃത്രിമമായി ഉയർത്തുന്നതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായേ മതിയാവുമെന്നാണ് വ്യവസായികളുടെ പക്ഷം. ആഭ്യന്തര ഉൽപാദനം വലിയ രീതിയിൽ മെച്ചപ്പെടാത്തതും കമ്മീഷൻ വ്യവസ്ഥയും അഴിമതിയുമെല്ലാം കശുവണ്ടി വ്യവസായത്തെ പിന്നോട്ടടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടാതെ കശുവണ്ടി വ്യവസായം സമീപകാലത്ത് കേരളത്തിൽ പുരോഗതിയിലേക്ക് എത്തില്ലെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സർക്കാരുകളുടെ ഭാഗത്തുനിന്ന്
മതിയായ സഹായം ഈ മേഖലയ്ക്ക് ഇനിയും ഉണ്ടായേ മതിയാവൂ. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹൻ പിലാത്തറ പറയുന്നു, അതിനിവിടെ കശുവണ്ടി കൃഷിയുണ്ടോ? ലാഭം കിട്ടുന്ന കൃഷിയിലേക്ക് കുതിക്കുന്നു. കശുമാവ് മുറിച്ച് റബ്ബർ വെച്ചു, അതിൻ്റെ വില കുറയുമ്പോൾ തെങ്ങ് വെച്ചു. ഇങ്ങനെ ഏതിലാണ് ലാഭം, അത് തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യം. മിനിബാബു പറയുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ്. ആ കുടുംബങ്ങൾ പണിയില്ലാതെ വരുമ്പോൾ പട്ടിണിയാണ് എന്ന കാര്യം. തീർച്ചയായും കശുവണ്ടി മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാവുന്നത് കൊല്ലം ജില്ലയാണ്. അതുപോലെ കശുവണ്ടി കൃഷി അത് പ്രധാനമായും മലബാർ മേഖലയിൽ നിന്നാണ്, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് മുമ്പൊക്കെ കശുവണ്ടി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ മോഹൻ പിലാത്തറ പറഞ്ഞതുപോലെ കശുമാവ് മുറിച്ച് അവയൊക്കെ റബ്ബറിന് വഴിമാറിയിരുന്നു. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷേ അതുപോലും, അതിൻ്റെ പ്രോസസ്സിംഗ് പോലും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു. കേരളത്തിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ ഈ കശുവണ്ടി വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചേക്കേറി. ഈ അവശേഷിക്കുന്ന കശുവണ്ടി വ്യവസായത്തെയെങ്കിലും സംസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ അത് സംസ്ഥാന സർക്കാരും കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പെക്സുമൊക്കെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പേവാർഡുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ പേവാർഡുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയുള്ളപ്പോഴാണ് മലപ്പുറത്തെ ഈ കാഴ്ച. വാർഡുകളിൽ രോഗികൾ തിങ്ങി നിറയുമ്പോൾ പേവാർഡുകൾ അവിടെ കാലിയായി കിടക്കുകയാണ്. രോഗികൾക്ക് പേവാർഡ് റഫർ ചെയ്യാൻ ഡോക്ടർമാർ മടിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലെ മാനദണ്ഡമാണ് ഇതിന് തടസ്സമെന്നാണ് അധികൃതരുടെ വിശദീകരണം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പേവാർഡിന് രോഗികൾ കൈ ഒഴിയുകയാണ്. ഇവിടെ ആകെയുള്ളത് 40 ബെഡുകൾ, ആകെയുള്ള രോഗികൾ 5 മാത്രം. എന്തുകൊണ്ടാണ് രോഗികൾ പേവാർഡിലേക്ക് വരാത്തത്? മെഡിക്കൽ കോളേജിലെ OPയിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് പേവാർഡ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹെൽത്ത് ആൻഡ് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിയാണ് നടത്തിപ്പുകാർ. പേവാർഡിൽ ആകെ 40 രോഗികൾക്ക് താമസിക്കാനാകും. 400, 500, 550 എന്നിങ്ങനെ ദിവസ വാടകയ്ക്ക് റൂം ലഭിക്കും. തുച്ഛമായ വിലക്ക് റൂം ലഭ്യമായിട്ടും രോഗികൾ എത്തുന്നില്ല. പേവാർഡിൽ ICU, ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സംവിധാനങ്ങളില്ല. ഡോക്ടേഴ്സും 200 മീറ്റർ നടന്ന് തന്നെ പേവാർഡിലെത്തണം. ഇതാണ് ഡോക്ടേഴ്സ് പേവാർഡ് ശുപാർശ ചെയ്യാതിരിക്കാൻ കാരണമെന്നാണ് സൂചന. ഡോക്ടേഴ്സ് ഒപ്പിട്ട് നൽകിയാൽ മാത്രമാണ് രോഗികൾക്ക് പേവാർഡ് ലഭിക്കുകയുള്ളൂ. നമ്മൾ കാത്തിരിക്കണം, കാരണം അത്രക്കും തിരക്കായിരുന്നു പേവാർഡിൽ. ഇപ്പോൾ അതായത് 40 റൂമാണ് പേവാർഡിലുള്ളത്. ഇപ്പോൾ ആകെ 5ഓ 6ഓ പേഷ്യൻ്റാണെന്നുള്ളത്. ഗർഭിണികൾക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് പേവാർഡ് എടുക്കുന്നത്. കാരണം പെട്ടെന്ന് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ജനനി സുരക്ഷാ യോജന പദ്ധതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പേവാർഡിനകത്ത് കിട്ടും. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പേവാർഡിൽ നിന്ന് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഡോക്ടർമാർ ഇത് വരാത്ത ഒരു സ്ഥിതിഗതികളുമാണ് ഈ പേവാർഡിനകത്ത് ഇപ്പോൾ വളരെയധികം തിരക്ക് കുറവുള്ളത് എന്നുള്ളതാണ്. ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളിൽ പേവാർഡ് ഉൾപ്പെടുന്നില്ല. ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് റൂം അനുവദിക്കാൻ ഇതാണ് ബുദ്ധിമുട്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കൂട്ടിയിരിപ്പുകാർക്ക് മാത്രമായി റൂം നൽകാൻ വ്യവസ്ഥയുമില്ല. രോഗികൾ എത്താതെ ആയതോടെ KHRWS ജീവനക്കാരെ സ്ഥലം മാറ്റാൻ തുടങ്ങി. 3 പേവാർഡ് അസിസ്റ്റന്റുമാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 2 പേർ മാത്രമാണുള്ളത്. വാടക വരുമാനവും ഗണ്യമായി കുറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പേവാർഡ് നിറഞ്ഞു കവിഞ്ഞ് രോഗികൾ ബുക്ക് ചെയ്ത് കാത്തിരിപ്പായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ രോഗികളെ പേവാർഡിൽ നിന്നും അകറ്റാനുള്ള ഈ നീക്കം വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഈ സേവനം തന്നെ ഇല്ലാതെയാകാൻ ഇത് കാരണമാകും. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. പത്തനംതിട്ട ഇലന്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. വർഷം 3 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന് അടിത്തറ പോലുമായില്ല. ആശുപത്രിയിലേക്കുള്ള വഴി കാടുപിടിച്ച് കാട്ടുപന്നിയുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി. പലവിധ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്ന രോഗികൾ തിരികെ പോകുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ട അവസ്ഥയിലാണ്.
എത്രയും വേഗം പുതിയ ആശുപത്രി കെട്ടിടം പൂർത്തിയാക്കി രോഗികൾക്ക് ആശ്വാസം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇലന്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം നല്ല ഡോക്ടർമാരുണ്ട്, രോഗികൾക്ക് നല്ല പരിചരണം ലഭിക്കുന്നുമുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം മോശമാണ് ആശുപത്രിയിലെ സാഹചര്യം. നേരത്തെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചിട്ട് പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. താൽക്കാലികമായി മറ്റൊരു ഷെഡിലാണ് രോഗി പരിചരണം. അതോടൊപ്പം ഈ കാണുന്ന 180-ലേറെയുള്ള പടികൾ, ഈ പടികൾ കയറി വേണം രോഗികൾ ആശുപത്രിയിലേക്ക് എത്താൻ. രണ്ട് വശത്തും കാട് കയറി ഇഴജന്തുക്കളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. അപ്പം കയറി വരുന്ന ഭാഗങ്ങളൊക്കെ കാട് മൂടി കിടന്ന രീതിയിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പം വളരെ പ്രയാസപ്പെട്ട പടികളൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൈവരി ഉണ്ടെങ്കിൽ പറഞ്ഞാലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. രോഗികൾ സാധാരണക്കാരായ രോഗികളാണ് വരുന്നത്. പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അവർ ഈ പടി കയറി ഒരു അസുഖത്തിന് വേണ്ടി ഇവിടെ വരുമ്പം മറ്റൊരു അസുഖവുമായിട്ടാണ് അവർ തിരിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. തിരിച്ച് ഇവിടെ റോഡ് ഉണ്ട്, ആ റോഡ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്. പ്രായമുള്ളവർ 80, 70, 90 വയസ്സുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി കണ്ട് സ്റ്റെപ്പ് കയറി കണ്ടിട്ട് മടങ്ങി പോകാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന പേഷ്യൻറ്റുകൾ മടങ്ങി പോകുന്നത്. 150-ലധികം പടികൾ ഇവിടെയുണ്ട്. അതിൻ്റെ പകുതി പോലും ഞാനിപ്പോൾ നടന്നു കയറിയില്ല. എന്നിട്ടും ചില ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട്. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ പലവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടാണ് അവർ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. ഈ പടി കയറി ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും. ആശുപത്രിയുടെ പരിസരം എപ്പോഴും നീറ്റായിട്ടിരിക്കണം. നടന്നു വരുന്നവർക്കാണെങ്കിലും വണ്ടിക്ക് വരുന്നവർക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. രണ്ട് സൈഡിലുമായിട്ടും ഭയങ്കര കാടാണ്, പന്നിയുണ്ട്, പാമ്പുണ്ട്. എനിക്കും ബുദ്ധിമുട്ടാണ്. കയറുമ്പോൾ നമ്മൾ കിതയ്ക്കുവാ പകുതി വരെയും വരുമ്പോൾ. അതൊന്ന് നിരപ്പാക്കി നമുക്കൊന്ന് ഇതായിട്ട് തന്നാലും പ്രായമുള്ളവർ പിടിച്ചാ കമ്പിയിൽ വരുന്നത്. ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഒത്തിരി നാൾ കൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് ഈ വർക്കേ. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് ഒരു നല്ല രീതിയിൽ പോയാൽ നല്ലതായിരുന്നു. പ്രധാന റോഡിൽ നിന്ന് ആശുപത്രിയിലേക്ക് എത്താൻ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട്. പടിക്കെട്ടിന് സമാന്തരമായി മറ്റൊരു ചെറിയ റോഡും ഇവിടെയുണ്ട്. പക്ഷേ സാധാരണക്കാരൻ ഈ റോഡിനെ ആശ്രയിച്ച് ഇവിടേക്ക് വരണമെങ്കിൽ ഒരു ഓട്ടോ പിടിക്കണം. അതിന് 50 രൂപ മുടക്കുകയും ചെയ്യണം. ആശുപത്രിയിലെത്തി 10 രൂപ OP ചിട്ട കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. ആരോഗ്യരംഗത്തെ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നതാണ്, ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നതല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇനിയും കാലതാമസമുണ്ടായിക്കൂടാ. ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24, പത്തനംതിട്ട. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. വെള്ളാപ്പള്ളി വിവാദം അവസാനിപ്പിക്കാൻ CPI. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ധാരണ. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ചതിയൻ ചന്തു ആണ് CPI എന്ന പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. യഥാർത്ഥ ചതിയൻ ചന്തു വെള്ളാപ്പള്ളിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കുന്നു. അങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ CPIയും വെള്ളാപ്പള്ളിയുമായി ഉണ്ടായിരുന്നു. ഇതിനിടെ സംസ്ഥാന സമ്മേളനത്തിന് വാങ്ങിച്ച പൈസയെക്കുറിച്ചും 3 ലക്ഷം രൂപ തന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ ആരോപണത്തിനിടയിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ എല്ലാം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനുള്ള ധാരണയാണോ CPIയിൽ ഉണ്ടായിരിക്കുന്നത്? ദിലീപ്, ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വെള്ളാപ്പള്ളിയുമായുള്ള ഒരു വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നത്. രാഷ്ട്രീയ അന്തരീക്ഷം മലിനപ്പെടുത്തിക്കൊണ്ടുള്ള വാക്പോര് തുടരുന്നതിനിടയിലാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയായത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങൾക്ക് കൃത്യമായ മറുപടി ബിനോയ് വിശ്വം ആദ്യ ദിവസങ്ങളിൽ നൽകിയിരുന്നു. പ്രത്യേകിച്ചും ദിലീപ് സൂചിപ്പിച്ച പോലെ ചതിയൻ ചന്തു പരാമർശത്തിന് അടക്കം മറുപടി നൽകിയിരുന്നു. മാത്രമല്ല SNDP യൂണിയൻ്റെ മുഖമാസികയായ യോഗനാഥത്തിലടക്കം ബിനോയ് വിശ്വത്തെ വിമർശിക്കുന്ന
പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയത്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഇനി പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് CPI-ക്കകത്ത് ഉണ്ടായിരിക്കുന്ന ധാരണ. കാരണം ഈ വെള്ളാപ്പള്ളി എന്ത് വിളിച്ചു പറയുമെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അത് മാത്രമല്ല CPI പടം പറ്റി നടക്കുമുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന മറുപടി വിനോയിൽ നിന്നുണ്ടായി. ഇനി അത്തരത്തിലുള്ള മറുപടികളൊന്നും ആവശ്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് വെള്ളാപ്പള്ളിയുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ പോകേണ്ടതില്ല എന്ന ധാരണയാണ് പൊതുവുണ്ടായത്. അങ്ങനെ ഒരു ധാരണയിലാണ് പിരിഞ്ഞിരിക്കുന്നത്. നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. എക്സിക്യൂട്ടീവിലും ഈ വിഷയങ്ങൾ ചർച്ചയാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗ തീരുമാനം അറിയിച്ചത് R. ശ്രീജിത്താണ്. വെള്ളാപ്പള്ളി നടേശനുമായുള്ള പ്രശ്നങ്ങൾ അത് ഇനി ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ട എന്ന നിലയിലേക്ക് CPI മാറിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് R. ശ്രീജിത്ത്. മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഗതാഗത മാർഗമാണ് സബർബൻ ട്രെയിൻ സർവീസ്. പക്ഷേ ഈ ട്രെയിൻ സർവീസ് എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. സബർബൻ ട്രെയിൻ യാത്രയ്ക്കിടെ കഴിഞ്ഞ വർഷം 2287 പേരാണ് മരിച്ചത്. മുൻ വർഷത്തേക്കാൾ 7% കുറവെങ്കിലും ദിവസവും 6 പേരെങ്കിലും ശരാശരി മരിക്കുന്നു എന്ന ഈ കണക്ക് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പൊതുജനത്തിൻ്റെ യാത്ര സുരക്ഷിതമാക്കാൻ പദ്ധതികൾ പലതും റെയിൽവേയുടെ ആലോചനയിലുണ്ടെങ്കിലും നടപ്പാക്കുന്നത് പക്ഷേ നീളുകയാണ്. ഒരു കോടിയോളം പേർ മുംബൈയിലെ സബർബൻ ട്രെയിനുകളിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നുണ്ട് എന്നതാണ് കണക്ക്. അതുകൊണ്ട് തന്നെയാണ് മുംബൈയുടെ ജീവനാഡി എന്ന് ഈ സർവീസിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടെ സബർബൻ സർവീസിൽ യാത്ര ചെയ്യവേ ജീവൻ നഷ്ടമായത് 26,000-ലധികം പേർക്കാണ്. തിരക്ക് കൂടുതലുള്ള സെൻട്രൽ ലൈനിലാണ് മരണം ഏറെയും. 17,000 പേർ മരിച്ചത് ഈ ലൈനിലാണ്. ഭൂരിഭാഗം മരണവും ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ്. തിരക്കുള്ള ട്രെയിനിൽ തൂങ്ങിപ്പിടിച്ചുള്ള യാത്രക്കിടെ വീണു മരിച്ച സംഭവങ്ങളാണ് കണക്കിൽ തൊട്ടുപിന്നിൽ. കഴിഞ്ഞ വർഷം മുംബൈയിൽ സബർബൻ ട്രെയിൻ അപകടങ്ങളിൽ മരിച്ചത് 2287 പേരെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം മരിച്ചവരിൽ 1063 പേരും ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ട്രെയിനുകളിൽ നിന്ന് വീണ് 525 പേരും മരിച്ചു. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രക്കിടെയുള്ള മരണങ്ങൾ 7% കുറഞ്ഞു എന്നീ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഒരു ദിവസം ശരാശരി 6 പേരെങ്കിലും മരിക്കുന്നു എന്നത് ആശങ്കയാണ്. ഥാനയിലെ മുംബ്രയിൽ കഴിഞ്ഞ വർഷം ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് 4 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ഒടുവിലെ വലിയ അപകടം. ട്രാക്കിലേക്ക് യാത്രക്കാർ ഇറങ്ങാതിരിക്കാൻ വേലി കെട്ടുന്ന നടപടി വ്യാപകമായി ചെയ്യുന്നുണ്ടെന്നാണ് റെയിൽവേ ഹൈക്കോടതിയിൽ അറിയിച്ചത്. ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമുള്ള AC ട്രെയിനുകളിലേക്ക് മാറുമെന്ന് പിന്നാലെ പ്രഖ്യാപനമുണ്ടായി. പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. വൻ തിരക്കുള്ള റൂട്ടുകളിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നും കണ്ടറിയണം. നിലവിലെ ട്രാക്കുകളിൽ ട്രെയിനുകളുടെ എണ്ണം കൂട്ടുന്നതും എളുപ്പമല്ല. ട്രാക്കുകൾ കൂട്ടുകയും ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടിയും വേഗത്തിലാക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി 24-ന്റെ സജീവ സംവാദ പരിപാടിയായി എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. ഓവർ ടു ഹാഷ്മി.